നീ എന്ത് ചെയ്യും? സ്വന്തം അമ്മയുടെ വട വിൽക്കാൻ നീ മടിക്കത്തില്ല. സ്വന്തം അമ്മയുടെ വട എടുത്ത് വിറ്റ് കാശാക്കാനും നീ മടിക്കില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പിന്നെ നിന്റെ കൂടെ ഹലോ, അതെ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പെണ്ണുമ്പുള്ളയുടെ പേര് സജീന എന്ന് പറയും. അതായത് അറിയപ്പെടുന്ന രേണുസുധിയുടെ എന്നാണ് അവൾ അറിയപ്പെടുന്നത്. അവള് കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിനെ ഒന്ന് വിമർശിച്ചു. ആ കൊച്ചിൻ്റെ പേര് നെക്സോവി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ കൊണ്ടുപോകുന്ന കൊച്ചാണ്. ആ കൊച്ചിന് അത്യാവശ്യം നന്നായിട്ടൊക്കെ സംസാരിക്കാനൊക്കെ അറിയാം. പക്ഷെ കൊച്ചിന് പ്രായം ഇച്ചിരി കുറവാണ്. അപ്പം ചിലവർക്ക് ചിലപ്പോൾ ആ കുട്ടിയുടെ വീഡിയോ ഇഷ്ടപ്പെടത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊച്ചിൻ്റെ പ്രായത്തിനൊപ്പിച്ചുള്ള വാക്കുകളല്ല ആ കുട്ടി പറയണത്. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടപ്പെടില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ആ കുട്ടി ഇച്ചിരി കൂടി ഏജ് ആയിട്ടാണ് ഇതൊക്കെ പറയണമെങ്കിൽ എല്ലാവരും തന്നെ ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്ത് തന്നെ. പക്ഷെ ആ കൊച്ചിൻ്റെ ഏജ് ഇത്ര കുറവായതുകൊണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ആ കുട്ടി കുറച്ചും കൂടി കഴിഞ്ഞാൽ ആ കൊച്ചി നല്ലൊരു വീഡിയോ ക്രിയേറ്റർ തന്നെ ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇന്നലെ ഈ സജീന എന്ന് രേണുസുധി എന്ത് നെഗറ്റീവ് കാണിച്ചാലും ഈ സജീന എന്ന് പറയുന്നവൾ വന്ന് വെള്ളപൂശും. അതാണ് ഇവളുടെ മെയിൻ ജോലി. എന്തിനാ ഇവൾക്ക് കിട്ടണേ എന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ കൂട്ടുകാരത്തോടുള്ള ആത്മാർത്ഥയാണെന്ന് അറിയത്തില്ല. പക്ഷെ കൂട്ടുകാരിയോടുള്ള ആത്മാർത്ഥയാണ്. നമ്മൾ സാധാരണ എന്താ ചെയ്യണത്? ഒരു കൂട്ടുകാരിയുടെ തെറ്റ് കാണിക്കുകയാണെങ്കിൽ അത് നമ്മൾ തിരുത്തി കൊടുക്കും. അതാണ് നമ്മളൊക്കെ ചെയ്യണത്. പക്ഷെ ഇവളെന്ത് ഇങ്ങനെ കാണിക്കണമെന്ന് എനിക്കത് മനസ്സിലാവുന്നേ ഇല്ല. ഇവളെന്ത് രീതിയിലാണ് ആ രേണുസുധിയുടെ ആത്മാർത്ഥ കൂട്ടുകാരി എന്നും പറഞ്ഞു നടക്കണേന്ന്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം വേറൊന്നുമില്ല. ഇവള് അതായത് ഈ സജീന എന്ന് പറയുന്നവള് ഈ കൊച്ചിനെ എടുത്ത് റിയാക്ടിങ് വീഡിയോ ചെയ്തില്ല. ലാസ്റ്റ് പറഞ്ഞ് ഇവള് ആ കൊച്ചിൻ്റെ അമ്മയെ കൂടി പറഞ്ഞു. അത് നിങ്ങളൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നില്ല ആർക്കൊന്നും അതങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂന്ന് എനിക്ക് തോന്നുന്നില്ല. ആർക്കും തന്നെ പറ്റില്ല. അതാണ് എൻ്റെ വിശ്വാസം. ആ കൊച്ചിനെ എതിരെ വീഡിയോസ് ചെയ്ത് ഓക്കെ എന്ന് നമുക്ക് പറയാം. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ആ കൊച്ചിൻ്റെ അമ്മേനെ അത്ര മോശമായ രീതിയിൽ സംസാരിക്കേണ്ട ആവശ്യം എന്തിരിക്കുന്നു? ഈ രേണുസുധി കാണിച്ചു നടക്കണോട്ടെ ആ കൊച്ചിൻ്റെ അമ്മ അങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. പിന്നെ ഇവിടെ എന്ത് അധികാരത്തിൽ ഈ കുഞ്ഞിനെ കുറിച്ചിട്ട് ഇത്രയും മോശമായിട്ട് സംസാരിച്ചത്? ഈ രേണുസുധിക്ക് ഈ മീഡിയാസിൽ വന്നിട്ട് എന്ത് തോന്നിവാസം കാണിക്കാം. അതിന് ഈ കൊച്ചുകുട്ടി വരെ എടുത്ത് വിമർശിക്കണമെങ്കിൽ അതെല്ലാം ഈ പിള്ളേരും കൂടി കാണുന്നതുകൊണ്ടല്ലേ? അപ്പം ഈ പിള്ളേരുടെ മാനസികാവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇങ്ങനെയുള്ള അമ്മമാർ ഇതൊക്കെ കൊണ്ട് കാണിച്ചെടുക്കണമല്ലേ? അപ്പം പിന്നെ എങ്ങനെ ഈ പിള്ളേരടക്കം ഇതൊക്കെ പറയാതിരിക്കും? ഇതുകൊണ്ടാണ് നമ്മൾ പറയണത് ഈ സോഷ്യൽ മീഡിയയിൽ കാണുക ഇതുപോലുള്ള വൃത്തികേടതൊന്നും വന്ന് കാണിക്കരുത്. കുഞ്ഞു മക്കളടക്കം കാണുന്നതാണ്. അവരും ഇതുപോലെ എടുത്ത് കാണിക്കും. സ്ക്രോൾ ചെയ്ത് പോയാലും നമുക്ക് ഇതൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കും. ഇവളുമാരെ പോലുള്ള ആൾമാരോട് പറഞ്ഞാൽ ഒട്ടും തന്നെ മനസ്സിലാവില്ല. അതാണ് ഏറ്റവും കഷ്ടം എന്ന് പറയണത്. അതായത് ഈ സജീന എന്ന് പറയുന്ന ഇവര് എവിടെ രേണുസുധിനെ കുറിച്ച് എന്ത് വന്ന് പറഞ്ഞില്ല അവിടെ രേണുസുധിനെ സപ്പോർട്ട് സിസ്റ്റം പോലെ ഇങ്ങനെ ആവരണം ചെയ്ത് പിടിക്കും. എന്താ കാര്യം ഇരിക്കണത്? വെറുതെ വന്ന് നമുക്കൊക്കെയാണ് ഒരുപാട് കമന്റ്സ് ഒന്നും ഇടുന്നുണ്ട്. ഞാൻ തിരിച്ചും കൊടുക്കാറുണ്ട്. എനിക്കറിയില്ല ഇവളൊക്കെ എന്താ ഉദ്ദേശിക്കണേന്ന്. എന്താ ആ പെണ്ണിനെ നശിപ്പിക്കാനാണോ ഈ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കണത്? നല്ല കൂട്ടുകാരിമാർ ഇങ്ങനെയാണോ ചെയ്യണത്? അറിയത്തില്ല. നമുക്ക് എന്തായാലും ഈ സജീന വ്ളോഗ്സ് പറഞ്ഞ ഒരു വീട്ടിലോട്ടൊന്ന് പോകാം. അത് വേറൊന്നുമല്ല കേട്ടാ. ഒരുപാട് പേര് എൻ്റെ വാട്സപ്പിലായാലും പിന്നെ മെസ്സഞ്ചറിലായാലും ലിങ്ക് ഉൾപ്പെടെ ഒരു ചെറുക്കൻ്റെ വീഡിയോസ് എനിക്ക് ഇപ്പോഴല്ല ഒത്തിരി നാൾ മുന്നേ ഇട്ട് തരാൻ തുടങ്ങിയിട്ടുണ്ട്. സജീന ഈ ചെറുക്കനെതിരെ ഒന്ന് പ്രതികരിച്ചുകൂടെയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അവർക്ക് കൊടുത്ത റിപ്ലൈ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പൊന്നെ ഇതിനൊക്കെ എന്താ റിയാക്ഷൻ വീഡിയോ ചെയ്യാനാ? എനിക്ക് 2 ആമക്കളാണ്. അവരെക്കാട്ടി പ്രായം കുറഞ്ഞ ഈ ചെറുക്കനൊക്കെ എന്ത് റിപ്ലൈ കൊടുക്കാനാ? പിന്നെ അവരുടെ വീട്ടുകാർക്കില്ലാതെ നമുക്കെന്തിന്? ആ ഒരു രീതിക്കാണ് പറഞ്ഞു വെച്ചത്. പിന്നെ എപ്പോഴോ ഇവൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ അത് വളരെ വൾഗറായിട്ടുള്ള ഒരു തമ്പനയിലൊക്കെ വെച്ചൊരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ താഴെ ചെന്നൊരു കമൻറ്റ് ഇട്ട്, അതിന് നിനക്കെന്താ മോനെ, നീ പോയിരുന്ന് പഠിക്ക്. ആ ഒരു വാക്ക് അവന് ഈ ലോകത്തെ ഏറ്റവും വലിയ തെറിയായിട്ട് തോന്നി. മനസ്സിലായ? ആ വാക്ക് അവൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ തെറിയാണ്. മോനെ പോയിരുന്ന് പഠിക്കൂ എന്ന് പറയുന്നത്. അവൻ ആ ഒരു കമൻറ്റ് എടുത്തു വെച്ച് മാത്രം എനിക്കൊരു റിയാക്ഷൻ വീഡിയോ ഇട്ട്. അപ്പോഴും ഞാൻ പറഞ്ഞു, നീ ഇത് ചീള് കേസ്, ഇതിനൊക്കെ എന്താ റിയാക്ഷൻ വീഡിയോ കൊടുക്കാനാ? വിട്ട്. വീണ്ടും പറഞ്ഞ് അവനിട്ട്, അതും വിട്ട്. പക്ഷേ ഈ ഒരു ചേട്ടൻ, ഈ അനിൽ ചന്ദ് എന്ന് പറയുന്ന ചേട്ടൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മാന്യമായ രീതിയിൽ നല്ല രീതിയിൽ പിന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു വീഡിയോ ആണ്. സ്വന്തം തന്തേം തള്ളേം ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളവർ കണ്ട് ഒരു റിയാക്ഷൻ കൊടുക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുക മാത്രമല്ല അവൻ ചെയ്തത്. അവൻ ആ വീഡിയോ എടുത്ത് വളരെ മോശമായിട്ട് അദ്ദേഹത്തെ വളരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് തിരിച്ച് റിയാക്ഷൻ വീഡിയോ ഇട്ടത്. ഇത് സ്വന്തം അച്ഛൻ്റെ അമ്മയുടെയും അറിവോട് കൂടി ആയിരിക്കുമല്ലോ ഇവർ ഇടുന്നത്. അപ്പോൾ അവരുടെ കൾച്ചർ എത്രത്തോളം ഉണ്ടെന്ന് ഈ ചെറുക്കൻ്റെ വായിന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഒന്നാമത്തെ കാര്യം, ഈ അനിൽ ചന്ദ് എന്ന് പറയുന്ന ചേട്ടാ അമ്മാവാ പറഞ്ഞു, ശരി അമ്മാവാ. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, നീ പറഞ്ഞല്ലോ അമ്മയുടെയും അച്ഛൻ്റെയും സമ്മതത്തോടെയാണ് ഇവന് ഈ കൊച്ചൻ ഈ വീഡിയോ ഇടുന്നെന്ന്. നീ താങ്ങിക്കൊണ്ട് നടക്കുന്ന രേണുസുധി എന്ന് പറയുന്നവളില്ലേ,
അവള് അപ്പം അമ്മയുടെ അച്ഛൻ്റെ സമ്മതത്തോടെ തന്നെ ആയിരിക്കുമല്ലോ ഇതുപോലത്തെ വീഡിയോകൾ ചെയ്യണത്. എന്തായാലും അതും കൂടി ഒന്ന് സജ്ജന ചേച്ചി ഒന്ന് ഉറപ്പാക്കണം കേട്ടോ, ഇങ്ങനെ പറയാൻ നേരത്തെ. അയ്യോ അമ്മാവ പറഞ്ഞ് കളിയാക്കിയുള്ള സംസാരം. ഈ അമ്മാവൻ എന്ന് പറയുന്നത് അമ്മയുടെ ആങ്ങളെയാണല്ലോ. അപ്പോൾ ഇവൻ്റെ കൾച്ചർ ഇതാണ്. അവൻ്റെ വീട്ടിലുള്ള അമ്മയായാലും അമ്മയുടെ സഹോദരങ്ങളെ ആയാലും ബാക്കിയുള്ള ബന്ധുക്കളെ ആയാലും കാണുന്നത് ഈ ഒരു രീതിക്കാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ചെറുക്കൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏത് കാറ്റഗറി പെട്ടതാണ്. പയ്യൻ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ പേര് വീണ്ടും പരാമർശിച്ചു. ഇനി റിപ്ലൈ ഞാൻ തരുമെന്ന് കരുതേണ്ട. മോനെ, നീ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? അത് കറക്റ്റായ ചോദ്യമാണ്. 2-3 ദിവസത്തിനകം വെച്ച് ഇവർ സ്കൂളിൽ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ ഇമാതിരി പോക്കൃത്തരം കാണിക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആ സ്കൂളിൻ്റെ റെപ്യൂട്ടേഷനെ അത് ബാധിക്കും. കാരണം എന്ന് പറഞ്ഞാൽ കണ്ട അപരാധ വീഡിയോകൾ എടുത്ത് സെർച്ച് ചെയ്യുക, അത് കണ്ട് സൂം ചെയ്യുക, കണ്ട് ആസ്വദിക്കുക. അത് കഴിഞ്ഞിട്ടാണല്ലോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഏജിൽ ഒരു 15-16 വയസ്സ് അതിക്കുള്ളില്ല ഈ ചെറുക്കന്. അപ്പോൾ കൂടി പോയാൽ +1 +2 ആ ക്ലാസ്സിലാണ് ഇപ്പോൾ പഠിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന പെൺകുട്ടികളുടെ ആയാലും അപ്പോൾ കേട്ടല്ലോ, അതായത് എന്താ പറഞ്ഞത് ഇവള് അപരാധ വീഡിയോ. അപ്പോൾ ആരുടെ അപരാധ വീഡിയോ എന്ന് അവൾ ഉദ്ദേശിച്ചത് ആരുടെ? രേണുസുധിയുടെ വീഡിയോ വന്ന് ചെയ്തതിനാണ് ഇവൾ ഈ കിടന്ന് വന്ന് പൊലമ്പുന്നത്. അപ്പോൾ ഇവൾ കണ്ടേക്കണ അപരാധ വീഡിയോ. അപ്പം അതായത് ഇവൾക്കും അറിയാം ഇവൾ ചെയ്ത ഇവളുടെ കൂട്ടുകാരി എന്ന് പറയുന്ന അവൾ ചെയ്യണ മുഴുവൻ അപരാധ വീഡിയോകളാണെന്ന് ഇവൾക്ക് അറിയാം. എന്നിട്ടാണ് ഇവൾ ഈ കിടന്നിട്ട് രേണുസുധിനെ ഇങ്ങനെ താങ്ങി പിടിച്ച് നടക്കുന്നത് അല്ലേ? അപ്പം അറിയാഞ്ഞിട്ടില്ല. അപ്പം ഇങ്ങനെ അപരാധ വീഡിയോ കാണിച്ചിട്ടല്ലേ എല്ലാവരും വന്നിട്ട് ഈ റിയാക്ട് ചെയ്തിട്ട് പോണതിൻ്റെ കാര്യത്തില്ല. അതെന്താ നീ നിൻ്റെ കൂട്ടുകാരിക്ക് പറഞ്ഞ് മനസ്സിലാക്കാത്തത്? നീ ആദ്യം അത് ചെയ്യേ. അവൾ ഇരുത്തി നീ ലൈവിൽ വന്നിട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്തൊന്നും അല്ല വന്ന് മനസ്സിലാക്കി കൊടുക്കണം. നിനക്ക് ഒറ്റയ്ക്ക് അവൾ കിട്ടുന്ന സാഹചര്യം ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ നിൻ്റെ അത്ര വലിയ കൂട്ടുകാരാണ്, അവൾ എവിടെയാണുള്ളത് അവിടെ ചെന്നിട്ട് നീ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ചെയ്യണ്ട. അല്ലാതെ അപ്പം നിനക്കറിയാം ഇവൾ ചെയ്യണം അപരാധ വീഡിയോ എന്നൊക്കെ നിനക്കറിയാം അല്ലേ? കൊള്ളാം. അതറിഞ്ഞു വെച്ചിട്ടാണ് ഈ ചെറുക്കനെ എതിരെ സംസാരിക്കാൻ വേണ്ടി വരുന്നത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവൻ വട കണ്ടിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നു, പ്രിവിലേജ് കണ്ടിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്തു. ഇതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടല്ലേ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന പെൺകുട്ടികളെ ഇവൻ ഏത് കണ്ടുകൊണ്ടായിരിക്കും കാണുന്നത്? പെൺകുട്ടികളാ. ചേച്ചിയുടെ പറഞ്ഞാൽ കണ്ടു ഇവന് വട എന്ന് കണ്ടാൽ കൊള്ളാമല്ലോ എന്നൊരു ആക്ഷൻ വരാതിരിക്കും സ്വാഭാവികമായിട്ട് മനസ്സിൽ വരും. ഒരു വീഡിയോ കാണുമ്പോൾ അത് എത്ര പ്രാവശ്യം നമ്മൾ സൂം ചെയ്തും എത്ര പ്രാവശ്യം വിലയിരുത്തി കണ്ടതിന് ശേഷമാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. ആ തന്തേം തള്ളയും നമിച്ചു. അതെ, തന്തേം തള്ളയും നമിച്ചു. അത് ശരിയാണ്, തന്തേം തള്ളേനൊക്കെ നമിക്കും. അതുപോലെ തന്നെ ഞങ്ങൾക്കും പറയാനുള്ളത്, എന്നോട് നിൻ്റെ രേണുസുധി എന്ന് പറഞ്ഞ കൂട്ടുകാരി ഉണ്ടല്ലോ, അവൾ വെച്ച് കാണിച്ചു കൂട്ടി നടക്കുന്ന അപരാധ വീഡിയോകളൊക്കെ ഉണ്ടല്ലോ, അപ്പം അത് നമിച്ചു. അത് നമ്മൾ നമിച്ചു അല്ലേ? നമുക്ക് അതായത് ഫേസ്ബുക്കിനെ പോലും അതായത് സോഷ്യൽ മീഡിയ മുഴുവനായിട്ടും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആരാ? ഇവളാണ്. ഇവളുടെ കുറേ ബോഡി പാർട്സും കാര്യങ്ങളും പിന്നെ ഇവളെ കെട്ടിപ്പിടുത്തം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കിടന്നിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇതിന് നമ്മളാരെങ്കിലും എടുത്ത് റിയാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവൾക്കൊക്കെ പൊള്ളും. ഇവൾ വന്നിട്ട് നീ എന്തിനാ അവളുടെ കാര്യത്തിൽ ഇടപെടണേ, നീ എന്തിനാ അവളുടെ കാര്യത്തിൽ ഇടപെടണേ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പൊന്ന് സജീനെ നിന്നോട് ചോദിക്കണം, നീ എന്തിനാ അവളുടെ കൂടെ കൂടിയേക്കണം? എന്തിനാ നീ കൂടിയേക്കണത്? റീച്ചിന് വേണ്ടി തന്നെ. അവളുടെ വീഡിയോ വെച്ചിട്ടാണ് നീ ആണെങ്കിലും റീച്ച് ഉണ്ടാക്കണത് അല്ലേ? നീ എവിടെയെങ്കിലും ഡൗൺ ആയി പോകുമോ നീ അപ്പം തന്നെ അവളുടെ വീഡിയോ ഒരെണ്ണം കൊണ്ടുപോയിടും. അങ്ങനെയാണ് നീ റീച്ച് ആവണത്. ഇപ്പം തന്നെ നീ നിൻ്റെ കൂട്ടുകാരിമാരും കൂടി നാടകം കളിക്കണതൊക്കെ ഞങ്ങൾക്കറിയാം. അതായത് അച്ഛൻ നിനക്ക് നല്ല പണി കിട്ടി. അതായത് രേണുസുധിക്കൊക്കെ വീട് കൊടുത്ത ബിഷപ്പ് അച്ഛൻ, അദ്ദേഹം വന്നിട്ട് നിനക്കൊക്കെ നല്ല പണിയാണ് തന്നേക്കണത്. ആ പണി പേടിച്ചുകൊണ്ടാണ് നീയൊക്കെ ഇപ്പം അച്ഛനെ സൂചിച്ചുകൊണ്ട് ഇറങ്ങിയേക്കണം. അല്ലെങ്കിൽ നീ എന്തായിരുന്നു നീ അന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞാൽ അച്ഛൻ മാറ്റി പറയട്ടെ, അങ്ങനെയാണ് ഞാൻ അച്ഛനോട് മാപ്പ് ചോദിക്കും. ഇപ്പം അച്ഛൻ കേസിന് പോയപ്പോഴത്തേനും നല്ലൊരു എമൗണ്ട് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ നീയൊക്കെ ആൾ മാറി. അതൊന്നും ഒരു തന്തയില്ലാത്തവരല്ല. അപ്പം ഇവള് ആ കൊച്ചിൻ്റെ തന്തേനെ തള്ളേനെ ഇവൾക്ക് ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം ഇതിനെക്കുറിച്ച് സംസാരിച്ചത് കേട്ടോ. ഒത്തിരി അവരതം പറിച്ചൊന്നും കേൾക്കാൻ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഓടിച്ച് വിട്ടിട്ടാണ് ഇനി നിങ്ങൾക്കുള്ള സീൻസൊക്കെ ഞാൻ കേൾപ്പിച്ച് തരണത്. നിങ്ങൾ കാണണമെങ്കിൽ ഇവളെന്തായാലും റീച്ചിന് വേണ്ടി തന്നെ ആയിരിക്കുമല്ലോ ഈ വീഡിയോ ഇട്ടേക്കണം. അപ്പം നിങ്ങൾ അവളുടെ അക്കൗണ്ടിൽ തന്നെ പോയി ഒന്ന് കണ്ടാൽ മതി. അപ്പം ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. അത് നിന്റെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും കൂടെ പറയുവാണ്. കാരണം സ്വന്തം മക്കള് എങ്ങനെ പോയാലും വേണ്ടില്ല, പിഴച്ചാലും വേണ്ടില്ല, പെറ്റാലും വേണ്ടില്ല, എനിക്ക് കാശ് മുഖ്യം എന്ന് ചിന്തിക്കുന്ന തന്തയും തള്ളയുവ ഇങ്ങനെയുള്ള നെഗറ്റീവിന് മക്കളെ തള്ളിവിടുന്നത്. പേന്റെ പരസ്യം ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് വരെ ഒക്കത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ റിയാക്ഷൻ വീഡിയോ വെച്ച് മാത്രം ഒതുക്കി. നിന്റെ അടുത്ത് ആര് പറഞ്ഞു പേന്റെ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ ചെല്ലാൻ? ആരാടാ പറഞ്ഞടാ? ചെറുക്ക കുറച്ചൊക്കെ ഒതുങ്ങുമോനെ. ഒരു നിലത്ത് കാല് ചവിട്ടി നിലത്ത് നിൽക്കാദ്യം. ആ കാലൊന്നും സ്ട്രോങ് ആയിട്ടില്ല നിലത്ത് ചവിട്ടാനായിട്ട്. അത് നീ മനസ്സിലാക്കണം. നീ ആരാടാ? ഞങ്ങളെ കൂടെ കൂട്ടത്തില്ലെന്ന്. നിന്റെ കൂടെ കൂടാൻ ആര് വന്നു? നീ ആരെന്നാടാ നിന്റെ വിചാരം? എടാ പൊന്നു മോനെ, കുറേ കഴിയുമ്പോഴത്തേക്ക് ഈ സോഷ്യൽ മീഡിയ കണ്ടന്റുകൾക്കൊക്കെ നല്ല ക്ഷാമം വരും. അപ്പം നിനക്ക് വടയും പ്രിവിലേജും ഒന്നും കിട്ടത്തില്ല. ആരുടെ? രേണുസുധിയുടെ. ബാക്കിയുള്ളവരുടെ നഗ്നമായ വീഡിയോ കണ്ടാലും നീ അതിനൊന്നും പ്രതികരിക്കില്ല. അതൊക്കെ കണ്ട് ആസ്വദിക്കും.
പക്ഷെ പ്രതികരിക്കുന്നത് ചെറിയ ചെറിയ സാധനങ്ങൾക്കാണ്. മനസ്സിലായ? അപ്പോൾ നീ എന്ത് ചെയ്യും? സ്വന്തം അമ്മയുടെ വട വിൽക്കാൻ നീ മടിക്കത്തില്ല. സ്വന്തം അമ്മയുടെ വട എടുത്ത് വിറ്റ് കാശാക്കാനും നീ മടിക്കില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പിന്നെ നിന്റെ കൂടെ കൂടാൻ വരെ നീ ആരാടാ? നീ ആരാന്നാ നിന്റെ വിചാരം? എൻ്റെ പൊന്നും കേട്ടല്ലോ, സ്വന്തം അമ്മയുടെ വട വിറ്റ് കാശാക്കാൻ ഇവ മടിക്കത്തില്ല എന്നാണ് ഇവള് പറയണത്. ഇവളൊരു സ്ത്രീയല്ലേ ഇവളൊരു അമ്മയല്ലേ? ഒരമ്മ ഇവളാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞു? ഇവൾക്ക് എന്താ അധികാരമുണ്ട്? ഈ പറയുന്ന അവള് ഈ കാണിച്ച് ഇവള് തന്നെയല്ലേ നമ്മളിലോട്ട് ഈ വിഷയം ഇട്ടുന്നത്? ഇവൻ എന്താണ് ഇന്റർവ്യൂവർ, അതായത് ആ വീഡിയോ എടുത്തവൻ പോലും ചോദിച്ചത് വേറെ രീതിയിലാണ് ചോദിച്ചത്. പക്ഷെ ഇവളാണ് അതിനെ ഒരു ഡബിൾ മീനിങ്ങിലാക്കി നമ്മളിലോട്ട് ഇട്ട് തന്നേക്കണത്. ഇവള് തന്നെയായിട്ട് അവൾ ഇട്ട് തന്നേക്കണം. എന്നിട്ടാണ് ഇവളിനെ ന്യായീകരിക്കാൻ വേണ്ടി ഈ മക്കളൊക്കെ ഇറങ്ങിയേക്കണം. എന്താ ഇവളെ പറഞ്ഞ ആ കൊച്ചിൻ്റെ അമ്മ എന്ത് ചെയ്തിട്ട് ഇവളീ കിടന്ന് പുലമ്പണത്? ആ കൊച്ചിൻ്റെ അമ്മ എന്താ ഇവളോട് ചെയ്തതെന്ന്? ആ കൊച്ചിനെ എന്തിനും ഇങ്ങനെ പറയേണ്ട ആവശ്യം എന്തിരിക്കുന്നു? മനസ്സിലാവുന്നില്ല. നിനക്ക് എന്ത് അധികാരം ഇരിക്കണം ആ കുഞ്ഞിൻ്റെ അമ്മേനെ പറയാനായിട്ട്? ആ വീട്ടുകാരെ പറയാനായിട്ട് നിനക്ക് എന്താ അധികാരം ഇരിക്കണത്? സജീനത് കേൾക്കുന്നുണ്ടാവുമായിരിക്കും. സജീന എന്തായാലും കേൾക്കാതിരിക്കത്തില്ല. കാരണം സജീന വന്നിട്ട് നമ്മുടെ വീടിൻ്റെ അടിയിലൊക്കെ കമൻസ് ഒക്കെ ഇടാറുള്ളതാണ്. രേണുസുതിനെ എന്ത് പറഞ്ഞാലും അപ്പം സജീന അവിടെ ശക്തിമാൻ എന്ന് പറഞ്ഞ രീതിയിൽ രേണുസുതി വന്നിട്ട് രേണുസുതി അല്ല, ഈ സജീന എന്ന് പറയുന്നവൾ വന്നിട്ട് അവിടെ കമന്റ് ഇട്ടിട്ട് പോകും. അത് ഇവളുടെ മെയിൻ പരിപാടി. എനിക്ക് വല്ല കാശും കിട്ടുന്നുണ്ടോ അവൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അങ്ങനെയാണ് സംഭവം. ഇപ്പം ഇവൾക്ക് അങ്ങനെ പറയേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? സത്യം പറഞ്ഞാൽ നമുക്ക് നല്ല പച്ചത്തെറിയ ഇവളെയൊക്കെ പറയണ്ടേ. ആ കുഞ്ഞിൻ്റെ അമ്മേനെ പോലും ആ അമ്മയുടെ മാനത്തിനെ പോലും ഒരു മാനിക്കാത്ത ഇവളെയൊക്കെ നമ്മൾ എന്താ പറയണ്ടേ? ആ കൊച്ചിനെ പറഞ്ഞത് ഓക്കെ എന്ന് വെക്കാം. അവൻ ആ വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണെന്ന് പറയാം. അത് ചിലപ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാണെന്ന് വരിക. പക്ഷെ ആ കൊച്ചിൻ്റെ വീട്ടുകാരെ, ആ കൊച്ചിൻ്റെ അമ്മേനെ ഇതുവരെയായിട്ട് മുൻപിൽ പോലും വന്നിട്ടില്ല. അതൊക്കെ പറയേണ്ട ആവശ്യം എന്തിരിക്കണേ? എന്താ ആവശ്യം എന്തിരിക്കണം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ അതിനോട് യോജിക്കുന്നുമില്ല ഒരിക്കലും. പൊന്ന് സജീന താത്തയുടെ ഒരു കാര്യം പറയാം. ക്ലീവിലേജ് അല്ല, ക്ലീവേജ് എന്നാ പറയണത്. അത് ആദ്യം സജീന താത്ത ഒന്ന് പഠിക്കും. എന്നിട്ട് ഈ കിടന്ന് വന്നിട്ട് കുറെ നേരെ കേൾക്കാൻ തുടങ്ങി ക്ലീവിലേജ്. ഇതിനെ ഒരാളെ ഇങ്ങനെ തിരുത്തി കൊടുക്കണം. ക്ലീവിലേജ് അല്ല, ക്ലീവേജ്. ഓക്കെ? എടാ, ആൾക്കാരെയൊക്കെ കണ്ട് അവരുടെ ഇൻസ്പിറേഷൻ ആയില്ലേ നീ ഓരോ ചെയ്യുന്നത്? അവന്മാരുടെയൊക്കെ തലമണ്ടേ വന്നു കിടക്കുന്ന ശാപങ്ങൾ എത്ര ഉണ്ട് നിനക്കൊക്കെ അറിയാവോടാ? എടാ, അതൊക്കെ മുറ്റിപ്പോയവന്മാരാ. മനസ്സിലായ? നീയൊക്കെ കിളുന്താ. ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും? പൊന്നു മോനെ. നെക്സോവിയ, നിന്നോടൊരു കാര്യം പറയട്ടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ വീഡിയോ ചെയ്യണേ മുന്നേ ആരെക്കുറിച്ച് ചെയ്യണം എന്ന് ഈ ചേച്ചി ഇപ്പൊ പറഞ്ഞു കേട്ടല്ലോ. ഈ ചേച്ചി പറയുന്നത് പോലെ തന്നെ മോൻ ചെയ്യണം. നീ ആരെക്കുറിച്ചാണോ ചെയ്യുന്നത് അത് ഈ ചേച്ചിയോടൊന്ന് പെർമിഷൻ ചോദിച്ചു. പ്രത്യേകിച്ച് രേണുസുതിയുടെ വീഡിയോസ് ചെയ്യണേ മുന്നേ ഈ ചേച്ചിയോടൊന്ന് വിളിച്ച് മോന്ന് പെർമിഷൻ ചോദിക്കണം. എന്നിട്ട് വേണം ചെയ്യാനായിട്ട്. കണ്ട, ചേച്ചി പറഞ്ഞിട്ടില്ലേ ആരെക്കുറിച്ചാണ് നീ ചെയ്യണമെന്ന് നിനക്ക് ഓർമ്മ വേണം എന്നാണ് അവൻ ഈ പെണ്ണുമ്പിള പറയണത്. കേട്ടല്ലോ? 10 പേരുടെ ശാപം. അത് എങ്ങനെയാ 10 പേരുടെ ശാപം? ഈ രേണുസുതിയുടെ ആൾക്കാരാണ് 10 പേരെന്ന് പറയണത്. വന്നിട്ട് നീയും അടങ്ങിയിട്ടുണ്ടോ? അതാണ് 10 പേരുടെ ശാപം. അതായത് ഈ പറഞ്ഞത് വ്ളോഗേഴ്സിന്റെ എല്ലാവരുടെയും തലയിൽ രേണുസുതിയുടെ വീട്ടുകാരുടെ ശാപം ഉണ്ടെന്നാണോ നീ പറഞ്ഞത്? രേണുസുതിയുടെ വീഡിയോസ് ചെയ്യുമ്പോഴല്ല നിനക്ക് ഇത്ര ഇളക്കം അങ്ങോട്ട് വന്നത്. അല്ലാത്ത വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്ക് നിനക്ക് കുഴപ്പമില്ല. രേണുസുതിയുടെ വീഡിയോ ആരെങ്കിലും ചെയ്യുന്ന അവിടെ ഉണ്ട് സജീന. അല്ലേ? നമുക്കറിയാം. പിന്നെ എനിക്ക് ഇവളെ കുറിച്ച് കൂടുതൽ പറയാൻ എനിക്ക് താല്പര്യം. എനിക്ക് ഇഷ്ടമല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിലവാരോ അങ്ങനെ ഒരു സംഭവം ഇല്ലാതെ പെണ്ണുമ്പിള്ളേ സ്ത്രീയാണെന്ന് പറഞ്ഞാൽ. ഇനി ഇവർക്ക് ചിലപ്പോൾ ഇവരെല്ലാം പറയും നീ എന്തിനാ അവരെന്നൊക്കെ പറയണേന്ന് ഇവരൊന്ന് ചോദിക്കും. അതുകൊണ്ട് പറയാം, സ്ത്രീയെ നിങ്ങൾക്ക് ഒരു നിലവാരോ ഒന്നുമില്ല. കേട്ടല്ലോ?